ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു മോമോസിൻ്റെ റെസിപ്പിയാണ്. മോമോസ് നമ്മൾ കടയിലൊക്കെ പോയി വലിയ വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നല്ല ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റും. നോമ്പ് തുറയ്ക്കും ഉണ്ടാക്കാനും പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും ഒരു ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അതിനായിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇളം ചൂടുവെള്ളം വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല ചൂടിൽ കുഴക്കണ്ട. പിന്നെ ഇളം ചൂടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോകരുത്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയണത്. പിന്നെ അത് പോരെങ്കിൽ പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം അതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കണം. അതിൻ്റെ മേളിൽ കുറച്ചും കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ അതിനായിട്ട് നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കാം. അതിന് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ ഒരു നാലോളം വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ടും പിന്നെ 2 പച്ചമുളകും കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം വെളുത്തുള്ളി. പിന്നെ 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് നല്ലോണം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴണ്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് അതിൻ്റെ വെള്ളമഴയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. പിന്നെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ചോപ്പ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ പൊടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചിട്ട് പിന്നെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചി എടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ഇടണില്ല. കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ അധികം എരിവിൻ്റെ ആവശ്യമില്ല ഇതിന് ഫില്ലിങ്ങിന്. പിന്നെ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ വഴണ്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് ഇറക്കി വയ്ക്കാം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില എടുത്ത് അതിന് മേളിലത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. പിന്നെ ഈ പൊടി നല്ലതുപോലെ സോഫ്റ്റായിട്ടുണ്ട്. കുഴച്ചത് നല്ല സോഫ്റ്റായിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് പിന്നെ പകുതി ആക്കിയതിന് ശേഷം ഒരു ഉണ്ട എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നല്ലപോലെ ഒന്ന് റൗണ്ടിൽ പരത്തിയിട്ട് അതിങ്ങനെ ഒരേ പീസായിട്ട് എടുക്കണം. അതിലൊരു അടപ്പ് എന്തിൻ്റെയെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് ഇത് കൊടുത്താൽ മതി, കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പീസായിട്ട് ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ പരത്തി കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് കനം ഉണ്ടായിരിക്കും. അധികം കനം പാടില്ല, നേരിയതായിട്ട് പിന്നെ വേണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വലുതാക്കി പരത്തിയാൽ നമുക്കിതുപോലെ ഇതിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും അടപ്പൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല നേരിയതായിട്ട് ഇങ്ങനെ കിട്ടും. അധികം കനമില്ലാണ്ട് നല്ല ചെറുതായിട്ട് തന്നെ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ വേണം ഫില്ലിങ് നിറക്കാനായിട്ട്. കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി പിന്നെ ഫ്രില്ലിടണ പോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ കോഴിയുടെയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതുപോലെ മടക്കാം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് പിന്നെ അതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അരികൊന്ന്
ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ലിങ് ഉള്ളിൽ നിന്ന് പോകരുത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് അത് ഉള്ളിൽ നിന്ന് പോകാത്ത വിധത്തിൽ വേണം നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതിന് വേറെ പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ ഒന്ന് ഇതാക്കി കൊടുത്താലും അത് ഒട്ടിയിരുന്നോളും. ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു മോമോസാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകും. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ മോമോസിന്. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ കുറച്ചെടുത്തിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ആവിയേറ്റി ഇടിയപ്പം ഇതിൻ്റെ ഇട്ടിട്ട് തട്ടിലിട്ടിട്ട് ഒന്ന് ആവിയേറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇടിയപ്പം തട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ഇഷ്ടമില്ലാത്തവർക്ക്, പിന്നെ എണ്ണപ്പലഹാരമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതേപോലെ ഒന്ന് പിന്നെ സ്റ്റീം ചെയ്തെടുക്കാം. ആവി കയറിയാൽ മാത്രം മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണേന് കുറച്ച് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യണം. പിന്നെ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ അതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണേണ്. ഞാനതിന് ഒരു സവാള, ഒരു തക്കാളി, പിന്നെ 2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയായിരുന്നു, 1-2 തക്കാളി വേണമെങ്കിൽ ഇടാം. പിന്നെ അതെല്ലാം ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലെക്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇടിച്ച മുളക് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പുളിക്ക് വേണ്ടിയാണ്. നല്ല പഴുത്ത തക്കാളി വേണം ഇതിനെടുക്കാനായിട്ട്, എന്നാലാണ് നല്ല ചുമപ്പ് കളർ കിട്ടുള്ളൂ. പിന്നെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റി വരുമ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ഒരു ചമ്മന്തിയാണിത്. സൂപ്പർ ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് ഇത്. ഈ ചമ്മന്തിയിൽ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എടുത്തത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സ്റ്റീം ചെയ്തതാണ്. ഫ്രൈ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഫില്ലിങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇത് ചമ്മന്തി കൂട്ടി മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഫ്രൈ ചെയ്തതും നല്ല ടേസ്റ്റാണ്. രണ്ടും ഇതൊരേപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു മോമോസാണ്. ചിക്കൻ മോമോസാണ്. ഇത് ബീഫ് വെച്ച് ഉണ്ടാക്കാം, പിന്നെ വെജിറ്റബിൾ വെച്ചൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു മോമോസാണ്. എല്ലാവരും നോമ്പ് തുറക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.